എന്താണേലും നീ എല്ലാം അറിഞ്ഞു വന്നല്ലോ. മുത്തശ്ശന് വലിയ സന്തോഷാവും. എന്തറിഞ്ഞു? നീ പൂജയ്ക്ക് പങ്കെടുക്കാനല്ലേ വന്നേ? പൂജയോ? എന്ത് പൂജ? ഏ അപ്പൊ നീ പൂജയ്ക്കല്ല വന്നേ? എന്ത് പൂജയാടാ? 15 വർഷം കൂടിയിരിക്കുമ്പോ നടത്തേണ്ട പൂജയാണ്. പിന്നെ നീ അവകാശം ഏറ്റെടുക്കാത്തത് കൊണ്ടാ ഇത്രയും നാളെ നടത്താതിരുന്നത്. അപ്പൊ അതിൻ്റെതായ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞല്ല വന്നേ? ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോ നീ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? വന്നതിന് പല ഉദ്ദേശം ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്താ അവിടെ നിർത്തിയത്? അതെനിക്ക് കുറച്ച് കാലിത്തീറ്റ വാങ്ങാനുണ്ടായിരുന്നു. ജുവല് വാങ്ങിച്ചിട്ട് ഇവിടെ നിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാവൻ? നിനക്ക് ഈ കൃഷിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല ജോലിക്കും പൊക്കൂടാടാ. എന്തിന്? ഈ കൃഷി ചെയ്യുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിന്റെ ഇഷ്ടം. അവൻ എന്തേ? ആ എനിക്കൊന്നും അറിയാൻ പാടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എവിടെ പോയി കിടക്കുവാണെന്ന്. നീ എവിടെ പോവാ? ഇറങ്ങി നടക്കാൻ. കടയിൽ ചെന്ന് നോക്കാം. സാധനം വാങ്ങിച്ചോ അത് എവിടെയെങ്കിലും കറങ്ങാൻ പോയെന്ന് അറിയില്ലല്ലോ. സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറില്ലോ. ഒരു 20 വർഷം കൊണ്ട് മാറേണ്ടത് അങ്ങനൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ആ മുഖത്ത് ഇത്രയും ഗൗരവത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ദേവാ, ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് വരല്ലേ. എന്റെ ഫേസ് എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ വഴികൂടെ വരുന്നവരെയൊക്കെ നിന്റെ കണക്ക് 32 പല്ലും കാണിച്ച് തിരിച്ചു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓ, താങ്കൾ എന്നെ വിളിച്ചിരിക്കണമെന്നില്ല. എന്നാലും ഒരു ചെറിയ മന്ദഹാസം. ദേവാ, നീ വന്ന ഉടനെ തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങരുത്. എന്റെ പൊന്നു രുദ്രദേവ, വിട്ടേരെ. എവിടെ നോക്കിയാടെ പോന്നെ? ഇതെന്താ എല്ലാരും ഇങ്ങനെ ഓടുന്നേ? ചേട്ടാ ചേട്ടാ, എന്താ പ്രശ്നം? മറ്റേ ജോസില്ലേ, അവനും അവന്റെ പിള്ളേരെല്ലാം കൂടെ വന്ന് ഏതൊരു പാമ്പിടിച്ച് ചെറുക്കനെ എടുത്തിട്ട് ചാമ്പുന്നു. ജോസും പിള്ളേരും അവന്മാര് പിന്നെ വന്നു ഇവിടെ. എന്ത് പറയാനാ, ഇവിടെ ആരുണ്ടോ പ്രതികരിക്കാൻ? നമ്മളെ പോലുള്ളവരുടെ മണ്ടയ്ക്ക് കയറണം ഇവനൊക്കെ. ഷോ, എന്താ പ്രശ്നം? അതിവിടെ ഒരുത്തനുണ്ട്, ജോസ്. ഭയങ്കര വലിയ ഗുണ്ടയാ. അവനിങ്ങനെ ഇടയ്ക്ക് വരും. അവന് ഇഷ്ടമല്ലാത്ത ആൾക്കാരെയൊക്കെ എടുത്തിട്ട് അടിക്കും. ഇതന്നെ കാര്യം. വാ നോക്കാം. എന്തിന്? അവരായി അവരുടെ പാടായി. നമ്മൾ ഇവിടെ കാലിത്തീറ്റ വാങ്ങാൻ വന്നല്ലേ. കാലിത്തീറ്റ എടുക്കുക, ജുവലിനെ കണ്ടുപിടിക്കുക, അവനെ കൊണ്ട് നമ്മൾ നേരെ കൊട്ടാരത്തിലോട്ട് പോവാ. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ പോന്നെ? നിനക്ക് വരാമായി, നീ ഇവിടെ നിൽക്ക്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓ, എന്റെ രുദ്ര വന്നുടനെ തന്നെ ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മുടെ ജുവലല്ലേ? ചേട്ടാ, എന്താ എന്താ പ്രശ്നം? നീ ഏതാടാ? പ്രശ്നം പറഞ്ഞില്ലേ? രുദ്ര, എനിക്ക് കേൾക്കാൻ സമയവും ഇല്ല. ജുവലിന്റെ കൂടെ വന്നത് സിസ്റ്റർ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ ജുവലിന്റെ കൂടെ? വരൂ, ഇരിക്കും. കത്തി കൊണ്ട് ഒരു 5-6 അടുത്ത് കുത്തു കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്ലഡും ലോസ് ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചത് കൊണ്ട് ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ആൾ ഓക്കെയാണ്. നാളത്തേക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അമ്മച്ചി, ഒന്നുമില്ല. എന്റെ കുഞ്ഞു ജുവല്? ഒന്നുമില്ല അമ്മച്ചി, ഒന്നുമില്ല. അവൻ ഓക്കെയാണ്. നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോഴേ നമുക്ക് കയറി കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ അവന് ഒരു കുഴപ്പമില്ല. അറിയാതിരിക്കും, ഞാനില്ലേ ഇവിടെ. രുദ്ര, എന്തായാലും നീ കൊട്ടാരത്തിലോട്ട് പോക്കോ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടി വെച്ചിട്ടുണ്ട്. നീ അതിലൂടെ കൊണ്ടുപോകും. കറക്റ്റ് സമയത്ത് അത് അവിടെ എത്തണം. പിന്നെ ഞാൻ പൈസ വിളിച്ചിട്ടുണ്ട്. അവൻ എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. അപ്പൊ അവൻ ഇവിടെ വന്ന് അമ്മച്ചിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. അപ്പൊ മുഹൂർത്തത്തിന് സമയമായി. നീ ഇന്ന് അത് കൊണ്ട് കൊടുത്തിട്ട് വാ. എടാ എടാ, പ്ലീസ് ചെല്ല്. ഓ, അതിനായിരുന്നോ വഴക്കുണ്ടായേ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇവൻ പണ്ടത്തെ പോലെ വെറുതെ ആൾക്കാരെ തല്ലിയതായിരിക്കും എന്നാ കരുതിയ. എന്നാലും ആ ജുവലിനെ ആരാ അങ്ങനെ ചെയ്തത്? ഷോ, അല്ല, എന്തിനു വേണ്ടിയിട്ടാ അവരങ്ങനെ വെട്ടിയതെന്ന് നിങ്ങൾ തിരക്കിയില്ല? അതൊക്കെ തിരക്കി. അവനൊരു ഗുണ്ടയല്ലേ. അപ്പൊ അവനിങ്ങനെ കണ്ണി കാണുന്നവരൊക്കെ മിക്കി കയറുന്നൊരു ടൈപ്പാ. അപ്പൊ കേസാവോ? കേസൊന്നും ആകത്തില്ലമ്മേ. അതൊന്നും കുഴപ്പമില്ല. എന്നാ കുട്ടി അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുക.
മോന് സംഭാരം എടുക്കട്ടെ. ഇന്നിവിടെ ഫാസ്റ്റിങ്ങിലാണേ, അപ്പം ആരും ഫുഡും വെള്ളവും ഒന്നും കഴിക്കില്ലേ. അപ്പം നാളെ രാവിലെ ഞങ്ങൾക്ക് അതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡൊന്നും വെച്ചിട്ടില്ല. അല്ലെ കുട്ടീനെ ഇവിടുന്ന് കഴിപ്പിച്ചിട്ടേ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അതൊന്നും കുഴപ്പമില്ലമ്മ, പിന്നൊരിക്കലാകാലോ. എന്നാലും സംഭാരം എടുക്കാം, ഇവിടെ ഇരിക്കും കേട്ടോ. ഇല്ലമ്മ, കുറച്ച് സംസാരിക്കാനുണ്ട്. സംഭാരം മുകളിലോട്ട് കൊണ്ടുവന്നാ മതി. ഇന്ന് മൊത്തം ഫാസ്റ്റിംഗ് ആണല്ലോ, ഫുഡും വെള്ളവും ഒന്നും ഇല്ല ഇവിടെ. അതെ, ആ മേപ്പാടന്റെ ഓരോരോ സൂക്കേടുകൾ, അല്ലാതെ എന്തോ പറയാൻ. സാധാരണ ഈ വക സാധനങ്ങളൊന്നും ചെയ്യുന്നതല്ലല്ലോ നീ. ചെയ്യുന്നതല്ല, ദേ ഇവന്റെ നിർബന്ധമാ ഞാൻ ഈ വള്ളിക്കെട്ടി വന്ന് ചാടിയത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇന്നലെ ഇവിടെ പൂജ നടക്കുമായിരുന്നു. അതറിയാതെ നീ ഇവിടെ ഇന്നലെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ പൂജ ചെയ്യണമെന്ന് ദൈവവിധിയാണ്, ദൈവവിധി. ദൈവങ്ങൾക്ക് ഇങ്ങനെ വിധിച്ചാ മതിയല്ലോ. എന്താ രുദ്ര, എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണിത്. അതാണ് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്. വിട്ടേരാ, നിന്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടല്ലേ, ചെയ്തു കൊടുക്ക്. നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ബാക്കിയുള്ളവരുടെ സന്തോഷം അതാണെങ്കിൽ ചുമ്മാ ചെയ്തു കൊടു. പൈസ ചെലവൊന്നും ഇല്ലല്ലോ നിനക്ക്. നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവൻ അനുഭവിക്കുന്നത് മൊത്തം. എന്തനുഭവിച്ചെന്നാ നീ ഈ പറയുന്നത്? ഒന്നുമില്ല. ഇന്നലെ വന്നു, അവിടെ ആ കളത്തിലിരുന്നു, അത്രയല്ലേ ഉള്ളൂ. പൂജകൾ പറയുന്നതും മന്ത്രം ഉരുവിടുന്നതും എല്ലാം ആ മേപ്പാടന്റെ അസിസ്റ്റന്റാ. അല്ല, നിങ്ങളുടെ ഈ മേപ്പാടൻ അങ്ങേര് വരില്ല? ഇല്ല, അയാള് ലോക ഫ്രോഡാന്നാ തോന്നുന്നത്. ദേ രുദ്ര, വേണ്ടാതിനം പറയില്ലേ. പുള്ളിക്കാരൻ പറഞ്ഞ അച്ചട്ട ചുട്ട കോഴിയെ പറപ്പിക്കും. ഇനി കണ്ടോ ഈ ചുട്ട കോഴിയെ പറപ്പിക്കുന്നത്? അത് കണ്ടില്ല, കണ്ടൂര് പറഞ്ഞതാ. അല്ല, ഈ പൂജക്കല്ല നീ ഇവിടെ വന്നെങ്കിൽ പിന്നെന്തിനാ വന്നേ? അത് ഞാൻ വെറുതെ വന്നതാ. ഇത്രയും നാളെ നിനക്ക് ഇവിടോട്ട് വെറുതെ വരണം തോന്നിയില്ലല്ലോ. പിന്നെ ഇന്ന് മാത്രം എന്താ? അതെല്ലാം അങ്ങ് നിന്നോട് പറയണമെന്നുണ്ടോ? കണ്ടോ, ഇത് തന്നെ അവൻ ഇന്നലെ പറഞ്ഞത്. എല്ലാം നിന്നോട് പറയണോ, എല്ലാം നിന്നോട് പറയണോന്ന്. എന്താ ദേവാ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇതേപോലെ സംഭാരം നിങ്ങളെന്നാ സംസാരിച്ചിരിക്കുക കേട്ടോ. ഞാനേ ആ ദേവസേനയോട് പറഞ്ഞിട്ടുണ്ട് ഫുഡിന്റെ കാര്യം. മോൻ കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ, അതൊന്നും വേണ്ടമ്മ, അതൊന്നും കുഴപ്പമില്ല. നാളെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ഒന്നും കാണില്ല. അപ്പം മറ്റന്നാൾ വരാം, അപ്പൊ എല്ലാം കൂടെ ചേർന്ന് കഴിക്കാമല്ലോ. എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും. നിനക്ക് നോർത്ത് ഈസ്റ്റിലായിരുന്നോ പോസ്റ്റിങ്? മണിപ്പൂർ ഭാഗത്തായിരുന്നു. എന്തെല്ലാം കലാപമായിരുന്നു അവിടെ. എന്നാലും അത്യാവശ്യം ആൾക്കാരെ പൊക്കി. പിന്നെന്തേ അവിടെ നിന്ന് ഓടിപ്പഴച്ച് ഇങ്ങോട്ട് പോന്നേ? എടാ, നീ ഒന്നും അറിഞ്ഞില്ലേ? കഴിഞ്ഞ 1 year ആയിട്ട് ഇവിടെ വലിയൊരു കൊലപാതക സീരീസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ നെറ്റ്ഫ്ലിക്സ് ഒന്നും കാണത്തില്ല. പിന്നെ പിള്ളേർ പറയുമ്പം യൂട്യൂബിൽ എക്സ്പ്ലനേഷൻ വരും, അതിരുന്ന് കാണും. എടാ പ്രാന്താ, അതല്ല. 1 year ആയിട്ട് ഏതോ ഒരു സൈക്കോ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ കഴിഞ്ഞ 1 year കൊണ്ട് 6 പേരെ കൊന്നത്. അതും സെയിം പാറ്റേൺ, അത്രയും ബ്രൂട്ടൽ ആയിട്ട്. ആ സീരീസ്. അതെ. അതും ഇവിടെ നിന്റെ പോസ്റ്റിംഗ് തമ്മിലുള്ള ബന്ധം എന്താ? എടാ, ഏറ്റവും ലാസ്റ്റ് കൊന്നത് ഒരു തമിഴനെയാണ്. അവനാണെ കഴിഞ്ഞ 7 വർഷമായിട്ട് തമിഴ്നാട്ടിലല്ലായിരുന്നോ ജീവിച്ചത്, കേരളത്തിലായിരുന്നു. അതും നമ്മുടെ ഈ സ്കന്ദപുരത്ത്. ഈ ഇടയ്ക്ക് അവന്റെ അമ്മ മരിച്ചുപോയി. സോ അവന്റെ അമ്മയുടെ ബോഡി കാണാൻ വേണ്ടി പോയതാ അവന്റെ വീട്ടില്. ചടങ്ങെല്ലാം കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു അവനെ തട്ടിക്കൊണ്ട് പോകുന്നതുമല്ല. ആദ്യം എല്ലാവരും വിചാരിച്ചത് അവൻ തിരിച്ച് കേരളത്തിലോട്ട് പോകുന്ന. പക്ഷെ പിന്നീട് അവന്റെ ബോഡി അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയിട്ടു. അവന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അവന്റെ പേരെന്താ? പഴനി. ഇതാണോ? എനിക്ക് പിന്നെ അറിയാം. ഞാൻ ഇവന്റെ അടുത്തുനിന്നല്ലേ കാലിത്തീറ്റ വാങ്ങിച്ചോണ്ടിരുന്നേ. പക്ഷെ കാലിത്തീറ്റ കൊള്ളത്തില്ല കേട്ടോ. ഇവൻ അതിനകത്ത് എന്തോ കൃത്രിമം ഉണ്ടാക്കുന്നുണ്ട്. കള്ളൻ അവൻ, ഉടായിപ്പ്. പിടിച്ച മിണ്ടാപ്രാണികളുടെ ഫുഡിനകത്ത് മായം കലർത്തുന്നവൻ. നിനക്ക് വേറൊന്നും അറിയില്ല ഇവനെ പറ്റി? വേറൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നിവിടെ വന്നതേ ഉള്ളടാ, അന്വേഷിച്ച് ഇറങ്ങിയില്ല. ഹലോ, ഞാനിപ്പോ തന്നെ വരാം. എടാ, അത് നീ അടിച്ചില്ലേ ആ ജോസ്, അയാൾ മരിച്ചു. ഇനി എന്താണ് ഫോർമാലിറ്റീസ്? അറസ്റ്റ് ചെയ്യണോ? പോടാ, അറസ്റ്റ് ചെയ്യാനോ? നിന്നെയോ? അതൊന്നും കുഴപ്പമില്ല. നമ്മൾ എത്ര കേസ് വരുത്തിയെടുക്കുന്നു, ഇത് ആ വഴിക്കങ്ങ് പോവും. അല്ല, അവൻ ചാവണ്ടവൻ തന്നെ ആയിരുന്നു. ഇച്ചിരിയില്ലാത്ത കൊച്ചിനെ റേപ്പ് ചെയ്തവനാണ്. കൊലയാടി പോയി. ജുവലിന് അങ്ങനെ ഉണ്ട്. എനിക്കാണ് ഇന്ന് ഇവിടെ ഇറങ്ങാനും പറ്റത്തില്ല. പൂജയാണ്, മറ്റേതാണ്. അതുകൊണ്ട് ഇന്ന് വീടിന് വെളിയിൽ പോകരുത്, അങ്ങനെ ഏതാണ്ടൊക്കെ അയാൾ പറയുന്നുണ്ട്. എടാ, ജുവലിന് കുഴപ്പമൊന്നുമില്ലടാ. അവനെ ഇന്ന് റൂമിലോട്ട് മാറ്റി. ഞാൻ ചെന്നു മൊഴിയൊക്കെ എടുത്തിട്ടാ വന്നേ. സംസാരിക്കുന്നുണ്ടവൻ. അല്ല, ഈ മരിച്ചു പോയവനില്ലേ, ജോസ്, അവൻ എന്തിനായിരുന്നു ജുവലിനെ വെട്ടിയത്? എന്തിനാടാ ചിരിക്കുന്നത്? ഒന്നുമില്ല. എടാ, ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇവൻ പറയുന്നതായിരിക്കും. ഞാനോ? എന്താ എന്താ കാര്യം? എന്താ? ആരെങ്കിലും പറ. എടാ, ആക്ച്വലി രുദ്ര, നീ ദേഷ്യപ്പെടരുത്. കാര്യം പറയടാ. എടാ, നീ ഇന്നലെ അടിച്ചു കൊന്നില്ലേ ജോസ്? ശരി, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. പക്ഷെ അല്ലാതെ ഒരു പച്ച കളറിലെ ഡ്രസ്സ് ഇട്ട് ഒരുത്തനില്ലായിരുന്നോ? ഈ പച്ച കളർ ഡ്രസ്സിനകത്ത് മിന്നാമിഞ്ഞ് വരെയുള്ള എന്തൊക്കെയാടാ പറയുന്നത്? എടാ, പച്ച കളറിൽ മിന്നാമിഞ്ഞ് ഇങ്ങനെ വരെയുള്ള ഒരുത്തൻ, അവന്റെ കാലൊടിച്ചില്ലേ നീ? അടിക്കടലിൽ ഞാൻ ഡ്രസ്സൊന്നും നോക്കിയില്ല. ഈ കാലൊടിഞ്ഞ ചെറുക്കൻ അഷ്റഫ്. അഷ്റഫിന്റെ ഭാര്യ കുളിക്കുന്നത് ഇവൻ ഒളിഞ്ഞു നോക്കി. വാട്ട്? അതെ, അഷ്റഫിന്റെ ഭാര്യ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി നമ്മുടെ ജോലി. വാട്ട് ഫക്ക്? എടാ, അതാടാ സത്യം. അപ്പോ അതിന്റെ പേരിൽ അവൻ തല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ജോസ് വന്നത്. അപ്പൊ ജോസും അഷ്റഫും നേരത്തെ എങ്ങാണ്ട് ഒരുമിച്ച് പഠിച്ചതോ എന്തോ. അപ്പൊ അഷ്റഫിന്റെ ഒരു സഹായം എന്നോണം ജോസ് കയറി പെരുമാറി. അതാ അവിടെ സംഭവിച്ചത് ഇന്നലെ.
എടാ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർക്ക് കേസില്ലെന്നാ പറയുന്നത്. ഈ അഷ്റഫിനോട് ഞാൻ ചെന്ന് സംസാരിച്ചായിരുന്നു, അവര് പറയുന്നത് അവർക്കൊരു കേസില്ല എന്നാ. എന്നാലും ജുവലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു തെറ്റില് ഞാൻ അവന്റെ കാല് തല്ലുപിടിച്ചില്ലേ. ആ അതൊരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ്. എന്തെങ്കിലും പൈസ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഞാൻ കൊടുക്കാം. അതൊന്നും വേണ്ട, അവൻ എന്തായാലും കേസില്ല എന്ന് പറഞ്ഞില്ല, പിന്നെന്തുവാ. ഇവൻ എന്തിന്റെ കേടാ ഈ ജുവലിന്? ഇവൻ ഇതുവരെ ഒരു മാറ്റമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് 10-30 വയസ്സായില്ലേ, ഇവന് കല്യാണം കഴിച്ചൂടെ അത്ര കിഴപ്പാണെങ്കിൽ. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഷ്റഫിന്റെ പെങ്ങളുമായിട്ട് ജുവല് പ്രേമത്തിലാ കഴിഞ്ഞ 6 വർഷമായിട്ട്. ഈ പെങ്കൊച്ചി വിളിച്ചിട്ട് അവൻ ചെന്നത്, പക്ഷേ ഈ പെങ്കൊച്ചി ആ കുളിക്കുന്നതെന്ന് വിചാരിച്ച് അവൻ എത്തി നോക്കില്ല. ശരിക്കും പറഞ്ഞത് അവന്റെ ഭാര്യയായിപ്പോയി. ഓ അതിനിടയിൽ അങ്ങനെ ഒരു വള്ളിയുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ പെങ്ങളെ പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് അഷ്റഫിന് അറിയാം. അതും കൂടെ ഒക്കെ വെച്ചിട്ട് അവൻ കയറി പഞ്ഞി കിട്ടത്. ഓ അപ്പൊ അവന്റെ കാല് പോയതിന് കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ ഞാൻ പോടാ, വേണ്ട പിന്നെ കോള് വരുന്നു, പോട്ടെ. ഒന്ന് ഉറങ്ങണം. നീ ഉറങ്ങാൻ പോവാ? ഇന്നലെ വന്നല്ലേ, ആ തല്ലും വഴക്കും ഉണ്ടാക്കി ഇവിടെ വന്ന് ഉറക്കം ഒളിച്ച് നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. എന്നാ ഞാനും വരുന്നു. ഇങ്ങോട്ട് നിന്റെ കൂടെ കിടക്കാൻ? എന്റെ കൂടെ കിടക്കാൻ നീ ആരെന്റെ പെണ്ടാട്ടിയാ? ഒന്ന് പോടാ. എന്തുവാടാ രുദ്രോ, എത്ര നാളാടാ ഒരുമിച്ചിരുന്നിട്ട്. ഞാനും വരും നിന്റെ കൂടെ കിടക്കാൻ. ഞാനും വരും. അന്ന് കിടക്ക്. ഹലോ, അവർ വന്നില്ലേ? കുറച്ചു മുമ്പ് വിളിച്ചപ്പോ അവരോട് എത്തിയെന്നാണല്ലോ പറഞ്ഞേ. കോൾ എടുക്കുന്നില്ലേ? ഓക്കെ ഒരു 5 മിനിറ്റ്സ് ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വിളിച്ചു പറയാമേ. ഓക്കെ. ஹலோ முத்து எங்கடா நீ? ஏன் ஃபோன் ஆன் பண்ணி வச்சிருக்க? ராமேட்டன் எவ்வளோ வாட்டி உன்னை கால் பண்ணி நீ எடுக்கல? ஏ ஓகே எங்க இருக்கு? சீக்கிரமா வா. ഓക്കെ. രാമേട്ടാ, അവര് നമ്മുടെ കവാടത്തിലുണ്ടെന്ന്, നരസിംഹസ്വാമിയുടെ മുന്നിൽ വന്നിട്ടുണ്ടെന്ന്. ആണോ? രാമേട്ടൻ ഒന്ന് ചെന്ന് അവരെ കൊണ്ടുപോകട്ടോ. ശരി. അല്ല മോനെ, ഒരു പ്രശ്നമുണ്ട്. എന്താ രാമേട്ടാ? മോനെ, ഇവിടെ ഞാൻ സ്ഥലം അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതെ, ആ വായനശാലയുടെ പുറകിലുള്ള, അത് രാമേട്ടന്റെ വീടല്ലായിരുന്നോ? അതെ, അതെന്റെ പഴയ വീടായിരുന്നു. പക്ഷെ ഇന്നലത്തെ മഴയത്ത് ഒരു തേക്ക് ഒടിഞ്ഞു എന്റെ വീടിന്റെ മുകളിലോട്ട് വീണു. അയ്യോ, അവരെവിടെ കിടത്തും? അതാ മോനെ, ഇവിടാണെ ഇപ്പൊ വേറെ സ്ഥലവും കിട്ടുന്നില്ല. ഉത്സവം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ബന്ധുക്കളും ആൾക്കാരും എല്ലാം ആയില്ലേ. പിന്നെ പലരും നോയമ്പ് കൊടുക്കാൻ നിൽക്കല്ലേ, അപ്പം വെളിയിൽ നിന്ന് ആൾക്കാരെ കേട്ടത്തില്ലല്ലോ. തൽക്കാലം മോന്റെ വീട്ടിലോട്ട് നിർത്താൻ പറ്റുമോ? അല്ല രാമേട്ടാ, ഞാനിപ്പോ സ്കന്ദപുരത്താ. ഇവിടെ ആണെങ്കിൽ പൂജ നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് ഇന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഉച്ച കഴിഞ്ഞാൽ അമ്മയും വരും, പിന്നെ ശ്രീപുരത്ത് ആരും കാണത്തില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ശ്രീപുരത്ത് നിർത്തിയേനെ. ആണോ? എന്നൊരു കാര്യം ചെയ്യും, ഞാനിവിടെ മുത്തശ്ശനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. എന്തായാലും രാമേട്ടൻ അവിടെ നരസിംഹസ്വാമിയുടെ അടുത്തോട്ട് ചെല്ലുക. അവരവിടെ എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ശരി മോനെ, ഞാൻ ചെല്ലാം. ശരി. എന്താടാ, ആരാ വിളിച്ചേ? എടാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പിള്ളേരെ ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പരിപാടിയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അന്ന് രാമേട്ടൻ പറഞ്ഞായിരുന്നു, ഇവിടെ കാന്തപുരത്ത് കൊടിയേറുന്ന അന്ന് ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഈ പിള്ളേരെ ഡാൻസ് വെക്കണം. അപ്പൊ കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞ് ഈ പിള്ളേരുടെ തന്നെ 10 ദിവസം 10 പരിപാടി നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടിയേറി കഴിയുമ്പോഴേ. അപ്പൊ അവരിപ്പോ നരസിംഹസ്വാമിയുടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോ രാമേട്ടന്റെ പഴയ വീടില്ല വായനശാലയുടെ അപ്പുറത്ത്, അവിടെ താമസിപ്പിക്കാനായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. പക്ഷെ ഇന്നലത്തെ മഴയത്ത് ആ തേക്ക് ഒടിഞ്ഞു വീണെന്ന് അവിടോട്ട്. അപ്പൊ ഇനി എങ്ങനെ താമസിക്കാൻ പറ്റുന്നത്? ശ്രീപുരത്ത് കടത്താന്ന് വിചാരിച്ചാൽ ഇപ്പൊ അമ്മ ഇങ്ങ് വരും, പിന്നെ അവിടെ ആരും കാണത്തില്ല. ഇത്രയും പേര് അവിടെ കൊണ്ട് നിർത്താന്ന് വെച്ചാൽ അമ്മ സമ്മതിക്കോ? അല്ല, ഇവിടെ നിർത്താൻ മുത്തശ്ശൻ സമ്മതിക്കോ? അതെനിക്കറിയത്തില്ല, ഞാൻ ഒന്ന് മുത്തശ്ശനോട് സംസാരിച്ചിട്ട് വരാം. നീ കിടന്നോ മുത്തശ്ശ. ദേവനോ? പറയൂ കുട്ടിയെ. മുത്തശ്ശ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ? അത് കഴിഞ്ഞ വർഷം നമ്മുടെ മഹാവിഷ്ണുവിന്റെ അമ്പലത്തില് കുറച്ച് പേര് ഡാൻസ് കളിക്കാൻ വന്നില്ലേ തമിഴ്നാട്ടിൽ നിന്ന്? ഞാൻ കണ്ടിരുന്നു, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടികള്. അപ്പം കൊടിയേറ്റിന് നമ്മുടെ അമ്പലത്തിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ രാമേട്ടന്റെ അവിടാണേ വീട് അറേഞ്ച് ചെയ്തത്. ഇന്നലത്തെ മഴയത്ത് തേക്ക് ഒടിഞ്ഞ് വീട്ടിൽ വീണു. അയ്യോ. അപ്പോ വേറെ സ്ഥലം അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് അതും ശരിയായില്ല. എല്ലാരും ഇപ്പൊ നോയമ്പിലാണല്ലോ, വീട്ടിൽ ആരെയും കയറ്റുന്നില്ലെന്നാ പറയുന്നത്. അയ്യോ, നീ എന്താ ചെയ്യാ? അല്ല, അപ്പൊ ശ്രീപുരത്തോട്ട് നിർത്താൻ ചോദിച്ചു, പക്ഷെ അമ്മ ഇപ്പൊ ഇങ്ങ് വരില്ലേ. പിന്നെ ശ്രീപുരത്ത് അത്രയും പേരെ അവിടെ നിർത്താന്ന് പറഞ്ഞാ ആരും ഇല്ലാതെ. അത് ശരിയാ, വേണ്ട, പല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ ആരും ഇല്ലാതൊന്നും നിർത്തേണ്ട. ഗേൾസാ വരുന്നത് മൊത്തം. പിന്നെ രണ്ട് പേരുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ആണുങ്ങള്, അല്ലാതെ വേറെ കുഴപ്പമുള്ള ആൾക്കാരും അല്ല. അപ്പൊ നമ്മുടെ ഈ പുറകിലത്തെ ഔട്ട് ഹൗസിൽ അവര് നോയമ്പൊക്കെ എടുക്കുന്ന ആളുകളാ, നമുക്കൊന്നും നിർത്താൻ വേണ്ടി പറ്റുമോ? വിശ്വസിച്ച് നമുക്കിപ്പം അത്രയും പെൺകുട്ടികളെ എങ്ങനെയാ മറ്റൊരിടത്ത് കൊണ്ട് നിർത്തുന്നത്? അതിനെന്താ, നോയമ്പുള്ളതല്ലേ, അങ്ങനെ ആന്ന് വെച്ചാ നമുക്ക് ഔട്ട് ഹൗസിൽ കിടത്താം. പക്ഷേ പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല, എനിക്കറിയാവുന്നവരല്ലേ. അങ്ങനാണെങ്കിൽ തന്റെ ഇഷ്ടം.
ആ ശരി മുത്തശ്ശ, താങ്ക് യു സോ മച്ച്. ഞാൻ എന്നാ ഒന്ന് വിളിച്ചു പറയട്ടെ. ആരാ എന്തായി നോക്കുന്നേ? അത് വെള്ളം എന്തെങ്കിലും ഉണ്ടോന്ന്. വെള്ളമോ? ഇവിടെ നോയമ്പെടുക്കുന്ന ആളല്ലേ? ആ അതെ, അത് പക്ഷെ എനിക്ക് നന്നായിട്ട് ദാഹിച്ചു. ഞാൻ ഈ ജിമ്മിലൊക്കെ പോകുന്നോണ്ട് തന്നെ ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ക്ഷീണം ഉണ്ടാവും. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മേപ്പാടം പറഞ്ഞതല്ലേ. എന്തിന് ഇത്രയും മരുന്ന് കഴിക്കുന്ന എന്റെ മുത്തശ്ശൻ പോലും ഇതുവരെ ജലപാനം സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാണോ തന്റെ ഒരു ജിമ്മ്? അത് മുത്തശ്ശനാണെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെ ചിലപ്പം നോയമ്പൊക്കെ എടുത്ത് വളർന്നായിരിക്കും. ഞാൻ ഇന്നുവരെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മേപ്പാടം പറഞ്ഞ കാര്യമാണ്. അത് അങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇത് പറഞ്ഞു കൊടുക്കും. അയ്യോ വേണ്ട. ആ എന്നാ ഇവിടെ നിന്ന് കാലി കഴിക്കണ്ട. അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അല്ല ഒന്ന് നിന്നെ, പേരെന്താ? എന്റെ പേരോ? ആ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? കാർത്തി. ഓ, ലളിതാമ്മയുടെ മകനാണോ? ഉം. Oh my god, what the fuck?